ആയുള്ളൂ. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. ആദ്യം തന്നെ അരി ഉലുവ വറുത്ത് പൊടിക്കുക. അതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ട് അരിയുക. വെള്ളത്തിൽ വെച്ചിട്ട പുളി പശർമ മാറുന്നവരെ പിഴിഞ്ഞെടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കലക്കി അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കുറുകി വരണം പുളി. അത് കഴിഞ്ഞ് ശർക്കര കഴുകി അതിലേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം, അതിന് വേണ്ട ശർക്കര ഇടുക കേട്ടോ. പിന്നെ മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ഇട്ടാൽ മതി. എങ്കിൽ ശർക്കര ഇട്ടാൽ ഒരു വെള്ളം പോലെ വരും, അത് നന്നായിട്ട് വറ്റണം. അതുകൊണ്ട് തന്നെ മുന്നേ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കരുത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച പൊടിയുണ്ടല്ലോ, അത് നന്നായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വിതറി കൊടുക്കുക. ആവശ്യത്തിന് ഇട്ടാൽ മതി, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഉലുവയും കടുകും വറവിടുക. ചീനിച്ചട്ടിലേക്ക് എണ്ണ പറഞ്ഞ് രണ്ടുകൂടി ഇട്ട് നന്നായിട്ട് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ കൊത്തുമുളക് ഇല്ലേ, അതായത് നമ്മളെ കായ്മുളക് എന്നൊക്കെ പറയുന്ന ചുവന്ന മുളക്, അതുകൂടി ഇടുക. വറവ് നന്നായി റെഡിയായതിന് ശേഷം നമ്മളതൊരു ഈ പുളീൻ്റെ അതിലേക്ക് നന്നായിട്ട് മാറ്റി അപ്പോഴത്തേക്ക് അതിൻ്റെ തീ ഓഫാക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് കട്ടി വേണം കേട്ടോ, ചെറിയൊരു ലൂസും വേണം, ചെറിയൊരു കട്ടിയും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലോണം വെള്ളമായി പോയാൽ ശരിയാവില്ല. ചെറിയൊരു വെള്ളത്തോടെ വെച്ചാൽ പിന്നെ കുറുകി വരും. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി. ബൈ.